നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉത്രം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഇത് ശ്രീ അയ്യപ്പൻ്റെ നക്ഷത്രമാണ്. അർജുനൻ്റെ നക്ഷത്രമാണ്. അർജുനൻ്റെ പേര് തന്നെ ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഫൽഗുനി എന്ന് വിളിക്കുന്നുണ്ട്. ഈ നക്ഷത്രം ചിങ്ങം രാശിയുടെ അവസാനത്തെ 3.20 ഡിഗ്രിയും കന്നിരാശിയുടെ ആദ്യത്തെ 10 ഡിഗ്രിയും ചേർന്നതാണ്. ഇവിടെ ഈ രണ്ട് രാശിനാഥന്മാരുണ്ട്. ഒന്ന് സൂര്യനാണ്, ഒന്ന് കന്നിയുടേത് ബുധനാണ്. ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ശക്തി, ഗുണം, ദോഷം ഇതൊക്കെ ഈ നക്ഷത്രക്കാരിൽ കാണാം. ഈ രണ്ട് സൂര്യനും ബുധനും അവരുടെ ജാതകത്തിൽ ഗ്രഹനിലയിൽ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർ ഉയർന്ന സ്ഥിതിയിലെത്തും. ഉയർന്ന സ്ഥാപനങ്ങളുടെ മുൻനിരക്കാരായി പ്രവർത്തിക്കാനുള്ള കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ടാവും. ഈ ചിങ്ങം രാശിയുടെ ക്രിയാത്മകതയും കന്നിരാശിയുടെ പ്രായോഗികതയും എല്ലാം ഈ നക്ഷത്രക്കാരിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ നക്ഷത്രത്തിനെ പറ്റി പറയുമ്പോൾ സൂര്യനെ പറ്റി ചിന്തിക്കണം, ബുധനെ പറ്റി ചിന്തിക്കണം. ഇതിനെല്ലാം ഉപരിയായി ഈ നക്ഷത്രത്തിൻ്റെ ഡയറ്റി, ദൈവം, അത് ആര്യമാനാണ്. ആര്യമാൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർ, ഗോഡ് ഓഫ് പാട്രണേജ് ആണ്. ഈ നക്ഷത്രത്തിനെ പറ്റി പറയുന്നതും സ്റ്റാർ ഓഫ് പാട്രണേജ് എന്നാണ്. എല്ലാവരെയും അംഗീകരിക്കാനും സ്നേഹിക്കാനും സഹായിക്കാനും താല്പര്യം കാണിക്കുന്ന ഒരു നക്ഷത്രമാണ്. സമ്പത്തിൻ്റെയും ഉയർച്ചയുടെയും ഉന്നതിയുടെയും എല്ലാം ഒരു പ്രതീകം. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ആർഭാടത്തിൻ്റെയും ഒക്കെ ഒരു നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. ഇതിൻ്റെ വലിയൊരു ഭാഗം പൂരത്തിൽ കഴിയുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് ഉത്രം എന്ന് പറയുന്നത്. ആസ്വാദനങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു റിലാക്സിങ് പീരീഡാണ് ഉത്രം. എന്നാലും ആര്യമാൻ ആണ് ഇതിൻ്റെ ദൈവം. ആര്യമാൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലോകത്തിൻ്റെ മുഴുവൻ സമൃദ്ധികളുടെയും ഒരു കോൺട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. കോൺട്രാക്റ്റ് മാത്രമല്ല, അത് നടക്കുന്നതിലും നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഈ ലോകം ഒരു കോൺട്രാക്റ്റിലാണ് നിലനിൽക്കുന്നത്. എല്ലാറ്റിനും ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. പണത്തിനും സമ്പാദ്യത്തിനും സൗകര്യങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും എല്ലാം ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. അതിന് വിധേയമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ കോൺട്രാക്റ്റിൻ്റെ സാക്ഷിയാണ് ആര്യമാൻ. കല്യാണത്തിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആര്യമാനാണ്. ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് മാരേജ്. അതിനെ സാക്ഷ്യം വഹിക്കുന്നത് ആര്യമാനാണ്. കാരണം അഗ്നിയെ വലയം വെച്ചാണ് നമ്മൾ കല്യാണത്തിൻ്റെ കർമ്മം നടത്തുന്നത്. 7 പ്രാവശ്യം അത് വലയം വെച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഈ കല്യാണം നടത്തുന്നത്. അവിടെ ആര്യമാൻ്റെ സാക്ഷിത്വമുണ്ട്. കൂടാതെ അത് ഭാവിയിൽ അതിൻ്റെ പുരോഗമനവും ശ്രദ്ധിക്കുന്നത് ആര്യമാനാണ്. അങ്ങനെ തന്നെ നമുക്ക് കാണുന്ന സമ്പത്തും ധനവും പണവും എല്ലാം ആര്യമാൻ്റെ ഒരു സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ധനത്തിന് ഒരു നിയമത്തിൻ്റെ വിധേയത്വമുണ്ട്. നിയമ പരിരക്ഷണമില്ലെങ്കിൽ നമ്മുടെ ഈ പല കാര്യങ്ങൾക്കും പ്രശ്നങ്ങളാണ്.
അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നിയമപരിപാലനത്തിന് അനുയോജ്യമായ ജോലികളൊക്കെ, അരിമാൻ്റെ ജോലികളാണതൊക്കെ. അതുപോലെ തന്നെ ധനത്തിനും ഗവൺമെൻറ്, സൂര്യനാണത്. സൂര്യൻ്റെയും ആര്യമാൻ്റെയും സാന്നിധ്യത്തിൽ, സൂര്യൻ്റെയും ആര്യമാൻ്റെയും ഈ ചേർച്ചയിലാണ് ഇതൊക്കെ, ഈ ധനവും നമ്മുടെ ഈ കാണുന്ന എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിയമം നടപ്പിലാക്കിയില്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും അതിൻ്റെ ശരിയായ വഴിയിൽ പോകില്ല. ആ നിയമം നടപ്പിലാക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമാണ്. അത്തരമൊരു ഫീൽഡിൽ ഈ നക്ഷത്രക്കാർ വളരെ ഷൈൻ ചെയ്യും. രണ്ടാമത് ധനം ആണ്. ധനം അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതിനെ നാം ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ സഹായത്തിൽ പ്രവർത്തിക്കേണ്ടത് ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്, അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ ഈ ഇൻകം ടാക്സിൻ്റെയും സെയിൽസ് ടാക്സിൻ്റെയും എല്ലാം രംഗത്ത് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണം ചെയ്യും. മാത്രമല്ല അവർക്ക് താല്പര്യവും ഉണ്ടാകും, ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കാനുള്ള താല്പര്യം. അങ്ങനെ എല്ലാ എക്സിക്യൂട്ടീവ് പവേഴ്സ്, എന്തൊക്കെ നമുക്ക് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ടാകുന്നത് നമ്മുടെ ഈ ലോകത്തിൻ്റെ വളർച്ചയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ്. ഈ ആവശ്യങ്ങളൊക്കെ നടത്തുന്നത് ആര്യമാൻ എന്ന ഒരു ദൈവമാണ്, പിതൃക്കളുടെ രാജാവാണ്. മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, എമംഗ് ദ പിതൃസ് ഐ ആം ആര്യമാൻ. അപ്പോൾ അതൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ ഈ ഡൈറ്റിയുടെ പ്രാധാന്യങ്ങളെ കാണിക്കുന്നതാണ്. പിന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം അത് കാള എന്നത് ഈ പരമേശ്വരൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു മൃഗമാണ്. നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ പോയാൽ അതിൻ്റെ ശിവപ്രതിഷ്ഠയുടെ മുന്നിൽ മറ്റൊരു പ്രതിഷ്ഠ കാണാം, കാളയുടെ പ്രതിഷ്ഠ. നമ്മൾ ശരിക്ക് ശിവനോട് എന്തെങ്കിലും അപേക്ഷിക്കണമെങ്കിൽ ആ കാളയുടെ ചെവിയിൽ പറയണം എന്നാണ് വിശ്വാസം. അതാണ് ശിവൻ ഏറ്റവും സ്വീകാര്യമായി വരിക. അപ്പോൾ ഈ കാള വളരെ പ്രധാനപ്പെട്ട ഒരു മൃഗമാണ് ഈ നക്ഷത്രക്കാർക്ക്. കാള ഇത് ഉത്തര ഫൽഗുനിയുടെ നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ എതിർഭാഗത്ത് മറ്റൊരു നക്ഷത്രമുണ്ട്, ഉത്തര ഭാദ്രപദം. അതിൻ്റെ മൃഗം പശുവാണ്. ഇത് തമ്മിലൊരു ബന്ധമുണ്ട്, പരമേശ്വരൻ്റെ ബന്ധമാണത്. പരമേശ്വരൻ പശുപതിയാണ്. അതും ഈ നക്ഷത്രക്കാരിൽ സ്വാധീനിക്കുന്ന ഒരു മൃഗവും ഒരു ദൈവവുമാണ്. അപ്പോൾ ഈ മൃഗസംരക്ഷണ ജോലി, സംരക്ഷണ ഡിപ്പാർട്ട്മെൻറ്റുകൾ, വെറ്റിനറി ഡോക്ടേഴ്സ്, ഇതൊക്കെ, പിന്നെ ഈ മൃഗങ്ങളെ ഫാം ഹൗസുകളിൽ അതൊക്കെ ചെയ്യൽ, അതൊക്കെ സ്വന്തമായിട്ട് നടത്തുന്ന ജോലികളും ഒക്കെ ഇവർ സക്സസ്ഫുൾ ആയിരിക്കും. എല്ലാ ഫീൽഡിലും സക്സസ്ഫുൾ ആകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. കാരണം ധൈര്യവും സ്ഥിര ബുദ്ധിയും ശക്തിയും ബുദ്ധിയും എല്ലാമുണ്ട്. സൂര്യൻ്റെയും ബുധൻ്റെയും ചേർച്ചയിലുള്ള ആ യോഗമില്ലേ, നിപുണയോഗം, അതുകൊണ്ട് തന്നെ പല പ്രധാനപ്പെട്ട കമ്പനികളുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ ജോലി ചെയ്യാൻ ഇവർക്ക് അധികാരം കിട്ടും, അതിനുള്ള അവസരവും കിട്ടും. കൂടാതെ ഈ ബിസിനസ് രംഗങ്ങളിൽ, ബുധന് ബിസിനസ് കൂടി പറയുന്നുണ്ട്, ആ രംഗങ്ങളിലും സംസാരശേഷി ആവശ്യമായ രംഗങ്ങളിലുമൊക്കെ വളരെ ഷൈൻ ചെയ്ത് ജോലി ചെയ്യാൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് ഉത്തര ഫൽഗുനി എന്ന് പറയുന്ന നക്ഷത്രം. പിന്നെ
ഈ നക്ഷത്രത്തിൻ്റെ ദോഷങ്ങൾ, ചെറിയ ദോഷങ്ങളൊക്കെ പറയാനുണ്ട്. കാരണം ഈ സൂര്യൻ്റെ ഈഗോ ഉയർന്ന സ്ഥാനങ്ങളിൽ മാത്രമേ ജോലി ചെയ്യാനുള്ള ഒരു മാനസിക തയ്യാറെടുപ്പ് ഉണ്ടാവുകയുള്ളൂ. ചെറിയ ഭ്രംശം വന്നാൽ ഇവർക്ക് അതോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയില്ല. പിന്നെ ഷാഠ്യമുണ്ട്, നിർബന്ധ ബുദ്ധി, ഇതൊക്കെ ഒഴിവാക്കണം ഈ നക്ഷത്രക്കാർ. അതിന് നമ്മൾ ഈ സൂര്യനെ തൃപ്തിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, സൂര്യ നമസ്കാരം നടത്തുക, ഇതൊക്കെ ചെയ്താൽ വളരെ ഭാവിയുള്ള, ശക്തിയുള്ള, പല ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രം. കൂടുതലായിട്ട് നിങ്ങളോട് പറഞ്ഞ് സമയം പോക്കുന്നില്ല. അടുത്ത നക്ഷത്രം, അത്തം നക്ഷത്രത്തെക്കുറിച്ച് നമുക്ക് അടുത്ത സീരീസിൽ സംസാരിക്കാം. തൽക്കാലം ഇത്രമാത്രം.